ഹായ് ഗായ്സ്, പത്തനംമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടിപൊളി ഒരു എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ അഭിയുടെ കള്ളത്തരങ്ങളൊക്കെ മുത്തശ്ശൻ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ദേവയാനിയും അതുപോലെ മറ്റുള്ളവരും എല്ലാം ആദർശിനെ കുറ്റപ്പെടുത്തുമ്പോഴും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ആദർശിനെ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം നമ്മുടെ ചന്തുമോളാണ് അവിടെ വല്ലാത്തൊരവസ്ഥയിലാണ് ജീവിക്കുന്നത്. ആ സമയത്ത് തന്നെയാണ് നമ്മുടെ അബിക്ക് ചില അബദ്ധങ്ങളൊക്കെ പറ്റുന്നത്. അങ്ങനെ മുത്തശ്ശനെ കിട്ടുകയാണ് ചെയ്യുന്നത് അനഘയുടെ ഫോൺ. അങ്ങനെ ആ ഫോണിനുള്ള വീഡിയോയും അതുപോലെ തന്നെ വോയിസും മെസ്സേജും എല്ലാം മുത്തശ്ശൻ കേൾക്കുകയും സത്യം തിരിച്ചറിയുകയൊക്കെ ചെയ്യാണ് കേട്ടോ. ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ദേവയാനി പറയുന്നുണ്ട് ജയനോട്, ഞാൻ ഒരിക്കലും ആദർശിനെ വിശ്വസിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ നൈനെ പോലെ ഒരു പെൺകുട്ടിയാണ് പറ്റിച്ചിരിക്കുന്നത്. അതത്ര ശരിയായ കാര്യമൊന്നും അല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അതേസമയം കനകയും ഗോവിന്ദനും ആണെങ്കിൽ ആകെ മൊത്തം ഒരു കൺഫ്യൂഷനിലാണ്. എന്താ അവിടെ ഒരു പ്രശ്നം, നയനയ്ക്ക് എന്താ മനസ്സിന് പ്രശ്നം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർ ചിന്തിക്കുകയാണ്. നവ്യാണെങ്കിലും ഒന്നും തുറന്നു പറയുന്നില്ല. എന്നാൽ ദേവയാനിയുടെ മനസ്സും മുഖവും ഭാവവും ഒക്കെ കണ്ടിട്ട് അവിടെ എന്തോ വലിയ പ്രശ്നമുള്ള പോലെ തോന്നുകയാണ്. അതുപോലെ ആദർശും എന്തോ വലിയൊരു മനപ്രയാസത്തിലാണെന്ന് ഇവർക്ക് മനസ്സിലാകുന്നുണ്ട്. എന്തായിരിക്കും കാരണം? നയന ആയതുകൊണ്ടാണ് ഇതൊക്കെ സഹിക്കുന്നതെന്ന് പറയുകയാണ് നമ്മുടെ നവ്യ. പക്ഷെ എന്താണെന്നോട്ട് പറയുന്നുമില്ല. നാളെ നമ്മൾ അങ്ങോട്ട് പോകുമ്പം എല്ലാ വിവരങ്ങളും അറിയാമല്ലോ എന്നാണ് നവ്യ പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പം ഗോവിന്ദനും കനകയ്ക്കും ഒരുപാട് ടെൻഷനായിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. എന്താണാവോ എൻ്റെ നയനമോൾക്ക്, അവളുടെ മനസ്സ് വളരെ നല്ലതാ, എന്നിട്ടും അവൾക്കിങ്ങനെ ഒന്നൊഴിയാതെ ദുരിതങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണോ എന്നൊക്കെ കനക പറയുക. അപ്പം ഗോവിന്ദൻ പറയുന്നുണ്ട്, അതൊക്കെ മാറും. മോൾ എന്തെല്ലാം പ്രതിസന്ധികളെ അതിജീവിച്ചാ ഇവിടം വരെ എത്തിയത്. അവളുടെ മനസ്സ് നല്ലതായതുകൊണ്ട് തന്നെ അവൾ ഇതിനെ അതിജീവിക്കും. നമുക്ക് ടെൻഷനൊന്നും അടിക്കേണ്ടി വരില്ല. പിന്നെ ആദർശിൻ്റെ ഭാഗത്തുനിന്ന് വളരെ വലിയ തെറ്റൊന്നും ഉണ്ടാകാനായിട്ടുള്ള വഴിയൊന്നുമില്ല എന്നൊക്കെ ഗോവിന്ദനും പറയാണ്. അതേസമയം അഭി തീരുമാനിക്കുകയാണ് കേട്ടോ നവ്യയെ കൂട്ടിക്കൊണ്ട് അനന്തപുരിയിലേക്ക് പോരാനായിട്ട്. അപ്പം നവ്യ തന്നെ പറയുന്നുണ്ട്, എന്നെ കൂട്ടാൻ ആരൊക്കെയാണ് വരുന്നത്? ആ ആദർശ്, അവൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് താല്പര്യമൊന്നുമില്ല. ആദർശേൻ്റെ മുഖത്ത് പോലും നോക്കാൻ എനിക്കിപ്പോൾ താല്പര്യമില്ല. കാരണം ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ട് നൈനയെ ഇങ്ങനെ പറ്റിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അയാളെ എനിക്ക് കാണണ്ടെന്ന് പറയാണ്. അതുകൊണ്ട് തന്നെ ആരൊക്കെയാണ് നവ്യയെ കൂട്ടിക്കൊണ്ടുവരാൻ പോകുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ എല്ലാവരും പോകാമെന്നൊക്കെ ഉള്ള അഭിപ്രായം പറയുമ്പോൾ ഉടനെ തന്നെ അഭി പറയുന്നുണ്ട്, ആദർശേട്ടൻ വരണ്ട. അപ്പോൾ ഉടനെ ചോദിക്കുകയാണ് എല്ലാവരും, അതെന്താ ആദർശ് വരണ്ടാത്തത് എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശൻ. അപ്പോൾ പറയുന്നുണ്ട്, വേണ്ട, നവ്യയ്ക്ക് അതിൽ വലിയ താല്പര്യമൊന്നുമല്ല. പോരാത്തതിന് ആദർശേട്ടൻ ഇങ്ങനൊരു കാര്യം ചെയ്തിട്ട് വീണ്ടും നന്ദാവനത്തിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞാൽ അത് അവരുടെ അച്ഛനെയും അമ്മയൊക്കെ വിഷമിപ്പിക്കുന്ന കാര്യമല്ലേ. അതുകൊണ്ട് തൽക്കാലം ആദർശേട്ടൻ വരണ്ടാന്ന് പറയാം. അപ്പം നയന പറയുന്നുണ്ട്, അങ്ങനെ ആദർശേട്ടൻ വരണ്ടാത്ത സ്ഥലത്തേക്ക് ഞാനും വരുന്നില്ല. നിങ്ങളെല്ലാവരും കൂടെ പോയി കുഞ്ഞിനെ നവ്യേച്ചിയും കൂട്ടിക്കൊണ്ട് വന്നാൽ മതി. ആദർശേട്ടൻ അങ്ങനെ പൊറുക്കാമല്ലാത്ത തെറ്റൊന്നും ആരോടും ചെയ്തിട്ടില്ല എന്ന് പറയാണ്. അങ്ങനെ നയനയും ആദർശവും ഒന്നും കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് പോകുന്നില്ല കേട്ടോ. ബാക്കി അഭിയും ജലജയും ഒക്കെ പോയി കൂട്ടിക്കൊണ്ട് വരികയാണ് നമ്മുടെ നവ്യയെ. നവ്യയുടെ മനസ്സിലാണെ മുഴുവൻ വിഷം കുത്തിവെച്ച് നിറച്ചിരിക്കുകയാണ് കേട്ടോ അഭി. അങ്ങനെ നവ്യ കുഞ്ഞുമായിട്ട് വരുമ്പോഴേ നയന ഓടിച്ചെല്ലാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആ ചേച്ചി സുഖല്ലേ, കുഞ്ഞുവാവയെങ്കിൽ തന്നെ. ഞാൻ ഇന്നും കൂടി ആലോചിച്ചേ ഉള്ളൂ കുഞ്ഞുവാവയെ കൊണ്ടുവരുന്ന കാര്യം. അവളും കൂടി ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് സന്തോഷമായിരിക്കും നമ്മുടെ ചന്തുമോക്ക്. നമ്മുടെ കുഞ്ഞുവാവയും ചന്തുമോള് കളിപ്പിച്ചോളും എന്നൊക്കെ ഇങ്ങനെ വാദോരാതെ പറയുമ്പം നവ്യ ചോദിക്കുക, എന്താ നയനെ, ചന്തുമോളുടെ കാര്യം പറയാനേ നിനക്ക് നേരമുള്ളല്ലോ. എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം പറയാൻ അത്ര പോലും നേരെയില്ല. എവിടുന്നോ കൊണ്ടുവന്ന ഒരു കുഞ്ഞ്, അതിനെ ഇത്രയധികം സ്നേഹിക്കാൻ നിൻ്റെ കുട്ടിയൊന്നും അല്ലല്ലോ. ആദർശേട്ടൻ്റെ കുട്ടിയായിരിക്കും, പക്ഷേ അതിനെ ഇത്രയധികം സ്നേഹിക്കാൻ നിനക്ക് പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ നയന പറയാ, എന്താ ചേച്ചി ഇങ്ങനെ പറയുന്നത്? ആദർശേട്ടൻ്റെ കുഞ്ഞാണോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല. പക്ഷേ ഞങ്ങളുടെ രണ്ടുപേരുടെയും കുഞ്ഞായിട്ടാണ് ഇവിടെ അവൾ വളരുന്നത്. അതിനിപ്പോൾ അങ്ങോട്ട് അങ്ങനെ ആയിരിക്കും എന്ന് പറയാണ്. അപ്പം നവ്യ പറയാണ്, ആ എൻ്റെ കുഞ്ഞിനില്ലാത്ത സ്ഥാനം എവിടുന്നോ വന്ന ഒരു കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ കുഞ്ഞിങ്ങോട്ട് വന്നതേ ഉള്ളൂ. അതിനെ സ്വീകരിക്കാൻ ആർക്കും നേരെയില്ല. വല്ലോടത്തുനിന്ന് വന്ന കൊച്ചിനെ സ്നേഹിക്കാനാ എല്ലാവർക്കും താല്പര്യം. അങ്ങനെ ആ പഴയ ഒരു സ്ഥിതിയിലേക്ക് തന്നെ നവ്യ പോവാണ് കേട്ടോ. നയനയോട് സ്നേഹമൊക്കെ ഉണ്ട് നവ്യക്കെങ്കിലും ചന്തുമോളോടും ആദർശിനോടും ഒക്കെ വെറുപ്പാണ്. അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് നവ്യ കയറി പോവാണ്.
അപ്പോൾ അബി ആദർശിനെ ഒന്ന് സൂക്ഷിച്ചൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ഞാൻ ഒപ്പിച്ച് വെച്ചിരിക്കുകയാണല്ലോ എന്നുള്ള ഒരു ധാരണയിൽ. എന്നിട്ട് ചന്തുമോള് കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പം നവ്യ വിലക്കുന്നൊക്കെ ഉണ്ട്. നവ്യ പറയുന്നുണ്ട്, നീ ഇപ്പം ഈ കുഞ്ഞിൻ്റെ അടുത്തേക്ക് വരുമൊന്നും വേണ്ട. ഇത് കൊച്ചു കുഞ്ഞാണ്. ഇതിൻ്റെ അടുത്ത് വന്നിരുന്ന് കളിച്ചാൽ നീ എന്തെങ്കിലും ഉപദ്രവിക്കുകയോ മറ്റോ ചെയ്താൽ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കും. അതുകൊണ്ട് കുട്ടിയുടെ അടുത്തേക്ക് എപ്പോഴും ഒന്നും വരാൻ ചന്തുമോള് നിൽക്കണ്ടെന്ന് പറയുക. അപ്പോൾ ചന്തുമോൾക്ക് വിഷമമായിട്ട് ഇറങ്ങി പോവുക. അപ്പം നയന ചോദിക്കുന്നുണ്ട്, എന്താ ചന്തുമോളെ കുഞ്ഞുവാവയെ കാണാൻ പോയിട്ട് ഇത്ര വിഷമമായിട്ട് തിരിച്ചിറങ്ങി വരുന്നത്? അപ്പം ചന്തുമോള് പറയുന്നുണ്ട്, അത് ആ ആൻറ്റി എന്നോട് പറഞ്ഞു എപ്പോഴും ചെല്ലണ്ട, ചെന്നാൽ കുഞ്ഞുവാവയെ ഞാൻ ഉപദ്രവിക്കുമെന്ന്. ഞാൻ കുഞ്ഞുവാവയെ ഉപദ്രവിക്കുമോ നയനാമേ? എനിക്ക് കുഞ്ഞുവാവയെ ഒരുപാട് ഇഷ്ടമല്ലേ, ഞാൻ ഒന്നും ചെയ്യില്ല കുഞ്ഞുവാവെ. അപ്പോഴേക്കും നയന പറയാ, വാ മോള് കയറി വാ, നമുക്ക് കുഞ്ഞുവാവയുടെ അടുത്തേക്ക് വീണ്ടും പോവാം എന്നും പറഞ്ഞിട്ട് ചന്തുമോളെ കൂട്ടിയിട്ട് വരുന്നുണ്ട്. അങ്ങനെ ചന്തുമോളെ കൊണ്ടുവന്ന് നവ്യയുടെ അടുത്ത് നിർത്തിയിട്ട് പറയാണ്, ദേ കുഞ്ഞുവാവ, ഈ ആൻറ്റിയാണോ പറഞ്ഞത് മോള് കുഞ്ഞുവാവയെ ഉപദ്രവിക്കുമെന്ന്? മോള് കുഞ്ഞുവാവയുടെ അടുത്തിരുന്ന് കളിച്ചോ, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പം നവ്യ പറയാ, കുഴപ്പമില്ലെന്ന് ആരാ പറഞ്ഞത്? എനിക്കിവിടെ വന്നിരുന്ന് കളിക്കുന്നൊന്നും അത്ര താല്പര്യമൊന്നും ഇല്ല. എൻ്റെ കുഞ്ഞിനെ ഉപദ്രവിക്കുകയോ മറ്റോ ചെയ്താലോ? എൻ്റെ കുഞ്ഞ് ഈ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ വന്ന് സ്ഥാനം പിടിച്ചവളാ ഇവള്. അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല. അപ്പം ഉടനെ നയന് ചോദിക്കുക, എന്താ നവ്യേച്ചി, നവ്യേച്ചി ഇപ്പം പഴയ സ്വഭാവത്തിലേക്ക് പോവാണോ? കടന്നുപോയ വഴികളൊക്കെ മറന്നോ? അബിയും അപ്പച്ചിയൊക്കെ അംഗീകരിച്ചപ്പം അതിൻ്റേതായ അഹങ്കാരം നവ്യേച്ചിക്ക് പിടിപെട്ടോ? എനിക്ക് അഹങ്കാരമൊന്നുമില്ല, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ആദർശേട്ടൻ ചെയ്ത ഈ തെറ്റ്, ഇത് നിന്നെപ്പോലെ അങ്ങ് വിഴുങ്ങാൻ എനിക്ക് പറ്റില്ല. എനിക്ക് ഇത് നല്ല വിഷമം ഉണ്ടാക്കുന്നുണ്ട്. നിനക്ക് ഇങ്ങനെ ഒരു ജീവിതം ഉണ്ടായത് നമ്മുടെ അച്ഛനും അമ്മയും അറിഞ്ഞപ്പം അവർക്ക് എന്തുമാത്രം വിഷമം ഉണ്ടായെന്നറിയോ? അവർക്ക് വിഷമം വരുമ്പം എനിക്ക് പിന്നെ അത് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ നവ്യം പറയാണ്. അപ്പം നയന പറയുന്നുണ്ട്, ഇതിനൊന്നും ഒരു അന്തിമ തീരുമാനമൊന്നും ആയിട്ടില്ലല്ലോ ചേച്ചി. ആദർശേട്ടൻ്റെ കുഞ്ഞാണെന്നങ്ങ് ഉറപ്പിക്കാറൊന്നും ആയിട്ടില്ല. അതിന് തെളിവുകളൊന്നുമില്ല. പിന്നെ തെളിവുകളില്ല. തെളിവുകൾ ഉണ്ടായിട്ടല്ലേ മുത്തശ്ശൻ ഈ കുഞ്ഞിനെ ഇവിടെ വളർത്തുന്നത്? അബിയുടെയോ മറ്റോ ആയിരുന്നെങ്കിൽ മുത്തശ്ശൻ ഈ ഭാഗത്തേക്കെങ്ങാനും അടുപ്പിക്കുകയായിരുന്നോ? പോരാത്തതിന് അബിയെ ഇവിടുന്ന് അടിച്ചിറക്കുകയും ചെയ്തേനെ എന്നൊക്കെ പറയുമ്പം നയന ഒന്നും മിണ്ടാതെ ഇറങ്ങി പോവാണ്. നയനയ്ക്ക് ഭയങ്കര വിഷമമൊക്കെ തോന്നുക. അപ്പോൾ ആദർശ് അത് കണ്ടിട്ട് ആദർശ് ചോദിക്കുന്നുണ്ട്, എന്താ നയനെ, നവ്യ എന്തെങ്കിലും പറഞ്ഞോ? നിന്റെ മുഖം വാടിയിരിക്കുന്നു. അത് നവ്യേച്ചിക്ക് ഇപ്പം നല്ല മാറ്റമുണ്ട് ആദർശേട്ടാ. അബി അങ്ങനെ അത്രയധികം വിഷം നവ്യേച്ചിയുടെ മനസ്സിലേക്ക് കുത്തി കയറ്റി വെച്ചിരിക്കുക. അതുകൊണ്ട് ചന്തു മോളോട് നവ്യേച്ചിക്ക് ദേഷ്യമാണ്, ആദർശേട്ടനോടും ദേഷ്യമാണ്. ആദർശേട്ടൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് കാരണം നവ്യേച്ചിക്ക് ഭയങ്കര വെറുപ്പാണ്. വളരെ മോശമായിട്ടൊക്കെ എന്നോട് സംസാരിച്ചു എന്ന് പറയാം. അപ്പം ആദർശ് പറയുന്നുണ്ട്, അതിപ്പോൾ പുതുമയൊന്നും അല്ലല്ലോ. എൻ്റെ സ്വന്തം അമ്മ പോലും എന്നെ വെറുത്ത് എന്നോട് മോശമായിട്ടല്ലേ സംസാരിക്കുന്നത്. അത് പിന്നെ അങ്ങനെ ആയിരിക്കും നവ്യേ. ഞാനിപ്പോൾ ഇങ്ങനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായാൽ അങ്ങനെയേ ചെയ്യുള്ളൂ. എന്നിട്ട് ഞാൻ ആദർശേട്ടനെ മനസ്സിലാക്കിയില്ലേ, മുത്തശ്ശനും മുത്തശ്ശിയും ആദർശേട്ടനെ മനസ്സിലാക്കിയില്ലേ? അപ്പം ആദർശ് പറയാണ്, അതുപോലെ ആവണം എന്നൊന്നും ഇല്ലല്ലോ എല്ലാവരും. നിന്റെ മനസ്സാണോ നവ്യയ്ക്ക്? അതുകൊണ്ട് അവൾ പറഞ്ഞതൊന്നും നീ കാര്യമാക്കാൻ പോകണ്ട നയനെ എന്ന് പറയാണ്. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും അബിക്ക് ആകെ മൊത്തം ടെൻഷനാകുകയാണ് കേട്ടോ, അനഘയുടെ കാര്യം ആലോചിച്ചിട്ട്. അങ്ങനെ അബിയുടെ കൂട്ടാളികളെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, എടാ അവിടെ എന്തൊക്കെയുണ്ട്? അനഘയുടെ കാര്യം എങ്ങനെ പോകുന്നു? അവൾ ജീവനോടെ ഉണ്ടോ അതോ മരിച്ചോ? എന്തെങ്കിലും പുരോഗതി ഉണ്ടോ നീ പറയണേ. അവളെ ജീവിക്കാൻ വിടരുത്. അവളുടെ നാവെങ്ങാൻ ചലിച്ച തീർന്നു ഇതോടെ എല്ലാം. അപ്പോൾ അവർ പറയാണ്, അത് അവക്കൊരു പുരോഗതിയില്ല. ഞങ്ങൾ ദിവസവും പോയി അവിടെ അന്വേഷിക്കുന്നൊക്കെയുണ്ട്. അവൾ അതുപോലെ തന്നെ അവിടെ അങ്ങ് കിടക്കുക. അല്ലാതെ അവക്കൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. അതോർത്ത് സാറ് പേടിക്കൊന്നും വേണ്ട. എനിക്കത് ഓർക്കുമ്പോൾ മാത്രമേ ഉള്ളൂ പേടി. ഇവിടെ ഇപ്പം ഞാൻ പിടിച്ചു നിൽക്കുന്നത് കൊച്ച് ആദർശിൻ്റെ ആണെന്ന് പറഞ്ഞിട്ടാ. ഇനി അതല്ല എൻ്റെ കുഞ്ഞാണെന്ന് അറിഞ്ഞ മുത്തശ്ശൻ എന്നെ ഈ ഭാഗത്തേക്ക് അടുപ്പിക്കില്ല. അപ്പം അവർ പറയണം, അത് സാറിൻ്റെ കാര്യം, ഞങ്ങളുടെ കാര്യം കൂടി സാറൊന്ന് പരിഗണിക്കണം. പറഞ്ഞ തുക ഞങ്ങൾക്ക് കിട്ടിയില്ല. ഘട്ടം ഘട്ടമായിട്ടാണെങ്കിലും അത് കിട്ടുകയായിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു. ഇതിപ്പോൾ എത്ര നാളാ ഈ ജീവശവത്തിന് കാവൽ നിൽക്കുക? അനാഥാലയം പോലൊരു വീട്, അവിടെ ഞങ്ങൾ കാവലും. എന്തിൻ്റെ പേരിലാണ് ഇടയ്ക്കിടയ്ക്ക് ചെന്ന് അവിടെ അന്വേഷിക്കേണ്ടത്? ഇത്രയും നാളും ഒന്നും കാവൽ നിൽക്കേണ്ടി വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾക്ക് 10 ലക്ഷം രൂപയെങ്കിലും തരണം എന്ന് പറയാണ്. അപ്പോൾ അബി പറയുന്നുണ്ട്, 10 ലക്ഷമോ? 5 ലക്ഷത്തെ ഒതുക്കാവുന്നല്ലേ നീയൊക്കെ എന്ന് പറഞ്ഞത്? അതന്ന് ആ ഒരു നാടകം കളിച്ചാൽ മതിയെന്നല്ലേ ഞങ്ങൾ ഓർത്തത്. ഇതിപ്പോൾ ആഴ്ചകളായില്ലേ ഇതിന് കാവൽ നിൽക്കുന്നു.
അവൾക്ക് എന്തെങ്കിലും പുരോഗതി ഉണ്ടോ എന്നറിയണം, അറിഞ്ഞാൽ സാറിനെ അറിയിക്കണം, പിന്നെ അവളെ തീർക്കണം, എന്തെല്ലാം പണികളുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ കാര്യം സാറ് പരിഗണിക്കണം കേട്ടോ. അപ്പം അബി പറയാണ്, നിങ്ങളങ്ങ് ബഹളം വയ്ക്കാതെ നമ്മൾ പറഞ്ഞ എമൗണ്ടിൽ തന്നെ തീർക്കാം നമുക്ക്, ഇല്ലെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നിങ്ങൾ പക്ഷേ അവളുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. എന്തെങ്കിലും മാറ്റം ഉണ്ടായാൽ നിങ്ങളത് പറയുകയും ചെയ്യണം. ആ, അതൊക്കെ ഞങ്ങൾ ഏറ്റു എന്ന് പറയാണ്. അതേസമയം അനഘയാണെങ്കിൽ അതുപോലൊക്കെ തന്നെയുള്ള കിടപ്പിലാണ്. നമ്മുടെ ജോലിക്കാരി അവിടെ ഉണ്ട് കേട്ടോ. ജോലിക്കാരി അനഘയുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കി നടത്തുന്നുണ്ട്. മുത്തച്ഛനെ എല്ലാ വിവരങ്ങളും അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ അനഘയുടെ ഫോൺ റിങ് ചെയ്യുന്നത് ജോലിക്കാരി കേൾക്കുന്നത്. അപ്പോഴേക്കും പെട്ടെന്ന് ജോലിക്കാരി പോയിട്ട് ഫോൺ എടുക്കുകയാണ്. ഫോൺ എടുക്കുമ്പോൾ അനഘയുടെ ഒരു ഫ്രണ്ടാണ് കേട്ടോ അത് വിളിച്ചിരിക്കുന്നത്. വിദേശത്ത് നിന്നാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അവരോട് പറയുന്നുണ്ട് ജോലിക്കാരി, എന്താ ആരാ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയാണ്, എൻ്റെ ഒരു ഫ്രണ്ടാണ് അനഘ. അനഘയ്ക്ക് ഫോണൊന്ന് കൊടുക്കുമെന്ന് ചോദിക്കുമ്പം എല്ലാ കാര്യങ്ങളും ജോലിക്കാരി പറയുക. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളിതൊന്നും അറിഞ്ഞില്ലായിരുന്നോ? അനഘ മരിച്ചെന്ന് വരെ എല്ലാവരും അറിഞ്ഞല്ലോ. ഇപ്പം ഈ അവസ്ഥയിൽ കിടക്കുന്ന വിവരവും നിങ്ങൾ അറിഞ്ഞില്ലേ? അപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട്, ഇല്ല, ഞാനിങ്ങനെ ഒരു വിവരം അറിഞ്ഞില്ല. അനഘ കുഞ്ഞുമായിട്ട് നാട്ടിലേക്ക് പോകുന്നു എന്ന് മാത്രമേ ഞാൻ അറിഞ്ഞുള്ളൂ. അവളുടെ രോഗത്തെക്കുറിച്ചൊന്നും അവിടെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ എന്താ സംഭവിച്ചത്? എനിക്ക് അവളെ ഒന്ന് കാണണമായിരുന്നല്ലോ. അപ്പം ജോലിക്കാരി പറയുന്നുണ്ട്, കണ്ടിട്ടും കാര്യമൊന്നുമില്ല. ഒന്ന് അനങ്ങാനോ സംസാരിക്കാനോ ഒന്നും വയ്യാതെ ഇവിടെ കിടന്ന കിടപ്പിലാണെന്ന് പറയുക. അപ്പോൾ ഫ്രണ്ട് അഡ്രസ്സൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഞാൻ സമയം കിട്ടുമ്പം വരാം. ഞാൻ എപ്പോഴെങ്കിലും അങ്ങോട്ട് നാട്ടിലേക്ക് വരുമ്പം എനിക്ക് അവളെ കാണണം. എന്താ അവൾക്ക് സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അവളുടെ കുട്ടി ഇപ്പോൾ എവിടെയാ എന്ന് ചോദിക്കുമ്പം ജോലിക്കാരി പറയുന്നുണ്ട്, ആ കുട്ടി അതിൻ്റെ അച്ഛൻ്റെ കൂടെ പോയി എന്ന് പറയാം. അപ്പം ഉടനെ തന്നെ ഫ്രണ്ട് ചോദിക്കുക, ആ കുട്ടിയുടെ അച്ഛൻ വേറെ പോയെന്നാണല്ലോ കേട്ടത്, ഇവരെ ഉപേക്ഷിച്ച് പോയെന്നാണല്ലോ. അയാൾ തിരിച്ചു വന്നോ? തിരിച്ചു വന്നതാണോ എന്നറിയില്ല. അനന്തപുരിയിലെ മൂർത്തി സാറിൻ്റെ കൊച്ചുമോനാണ് ആ കുട്ടിയുടെ അച്ഛൻ. അവരതിനെ കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോയി. അതുകൊണ്ട് കുട്ടിയുടെ കാര്യങ്ങൾക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല. ഇപ്പോൾ അനഘയുടെ കാര്യങ്ങൾ നോക്കുന്നത് മൂർത്തി സാറാണ്. എന്നെ ഇവിടെ ജോലിക്ക് നിർത്തിയിരിക്കുന്നതും ശമ്പളം തരുന്നതും എല്ലാം മൂർത്തി സാറാണ് എന്നൊക്കെ അവരോട് പറയാണ്. അങ്ങനെ അവർ ശരിയെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ജോലിക്കാർ നോക്കുമ്പോൾ ആ ഫോൺ ലോക്കൊന്നുമില്ല. ലോക്കൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ചാർജും കുറവാണ്. പെട്ടെന്ന് തന്നെ ഫോൺ കുത്തിയിടുകയാണ് കേട്ടോ ജോലിക്കാരി. ചാർജ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഫോൺ ഓണാക്കി നോക്കുക. നോക്കിയിട്ട് വിചാരിക്കുന്നുണ്ട്, ഈ ഫോൺ മാത്രം ആരും എന്താ കൊണ്ടുപോകാഞ്ഞത്? ഇതിപ്പോൾ മൂർത്തി സാറിനെ അറിയിക്കണമല്ലോ, അല്ലാതെ പറ്റില്ല. ഈ ഫോൺ ഇവിടെ ഇരുന്നാൽ ഇനിയും ആരെങ്കിലുമൊക്കെ അനഘയെ വിളിക്കും. അവരോടൊക്കെ ഞാൻ സമാധാനം പറയണ്ടേ? അതുകൊണ്ട് തീർച്ചയായും ഈ ഫോൺ മൂർത്തി സാറിനെ ഏൽപ്പിക്കാം. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാലോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും തെളിവുകൾ ഈ ഫോണിൽ നിന്ന് കിട്ടിയാലോ? ഈ ഫോൺ ഇവിടെയുണ്ട്, അത് കൊണ്ടുപോകാൻ മൂർത്തി സാറിനെ വിളിച്ച് തന്നെ പറഞ്ഞേക്കാം എന്ന് പറയാണ്. അപ്പോഴേക്കും ഈ ഉടനെ തന്നെ മൂർത്തി സാറിനെ വിളിച്ചിട്ട് പറയുകയാണ് ഈ ജോലിക്കാരി, സാറേ ഒരു കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത്. അനഘയുടെ ഒരു ഫ്രണ്ട് അനഘയുടെ ഫോണിലേക്ക് വിളിച്ചിരുന്നു. ഞാൻ കോൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. ഫോൺ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം പോലും ഞാൻ മറന്നിരിക്കുകയായിരുന്നു. എന്തായാലും ആ കുട്ടി അനഘയെ കാണാൻ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് സാറിനോട് ഈ ഫോൺ കൊണ്ടുപോയിക്കോളാൻ പറയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. ഇനിയും ഇതിവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ വിളിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു വിവരം സാറിന് ലഭിക്കുമല്ലോ. അനഘയുടെ ഏതെങ്കിലും ഒരു ബന്ധുവിനെ ഏൽപ്പിക്കുകയും ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ഇതിനൊക്കെ മറുപടി പറയണ്ടേ സാറേ? അതുകൊണ്ട് ഈ ഫോണിൽ സാറ് തന്നെ വെച്ചോ, അതായിരിക്കും നല്ലത് എന്ന് പറയാണ്. അപ്പോൾ ഉടനെ തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട്, അത് ശരി, ഫോൺ അവിടെ ഉണ്ടോ? ഫോൺ ലോക്കല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയാണ്, ഏയ് അത് ലോക്കൊന്നുമല്ല, ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയതാ കോള് വന്നപ്പോൾ. അതുകൊണ്ട് സാറ് കൊണ്ടുപോയിക്കോളാൻ പറയുക. അപ്പോൾ പറയുന്നുണ്ട്, ശരി ഞാൻ അങ്ങോട്ട് വരാം, വന്ന് ഫോൺ കൊണ്ടുപോയിക്കോളാം എന്ന് പറയാം. അപ്പോൾ അവർ പറയുന്നുണ്ട്, അനഘയുടെ വേറെ കുറച്ച് സാധനങ്ങളും എന്തൊക്കെയോ ഫയലുകളും എല്ലാം ഉണ്ട്. അതെല്ലാം കൂടി ഞാനൊരു ബാഗിലാക്കി വെക്കാം സാറേ, അത് അങ്ങോട്ട് കൊണ്ടുപോയിക്കോളൂ. ഇവിടെ അതിന് വയ്ക്കുന്നത് സുരക്ഷിതമാണെന്ന് തോന്നുന്നില്ല എന്നവർ പറയുകയാണ്. ആ സമയത്ത് ഈ ഫോണിൽ കൂടെ ഈ വിവരങ്ങൾ വിളിച്ച് പറയുന്നത് അബിയുടെ സുഹൃത്തുക്കൾ കേൾക്കാണ്. അപ്പോൾ അവർ പരസ്പരം പറയുന്നുണ്ട്, അയ്യോ ഇതൊരു ചതിയായി പോയല്ലോ. ആ പെണ്ണിൻ്റെ ഫോണിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചേയില്ല. അതിവിടെ ഉണ്ടെന്നും അതെടുത്ത് മാറ്റേണ്ടതായിരുന്നു ആദ്യമേ. അതിലെന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ കാണും അബിസാറുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചിട്ട്. അതുകൊണ്ട് ഉടനെ തന്നെ ആ ഫോൺ ഇവിടെ നിന്ന് എടുത്ത് മാറ്റണം. അതാ ജോലിക്കാരിയുടെ കയ്യിലാണല്ലോ. അബിസാറിനെ വിളിച്ച് ഈ വിവരം പറയാം എന്ന് പറയാണ്. അങ്ങനെ അവർ അബിയെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറയുന്നുണ്ട്,
അതെ സാറേ, നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം മറന്നുപോയി. ആ അനഘയുടെ ഫോൺ അത് ഈ വീട്ടിലുണ്ടായിരുന്നു. അതിൽ കോളുകൾ വരുന്നൊക്കെ ഉണ്ട്. അത് ജോലിക്കാരിയുടെ കയ്യിലാണ് ഇപ്പോൾ ഉള്ളത്. അത് മറ്റാർക്കോ കൈമാറാമെന്ന് അവർ പറയുന്നത് കേട്ടു. അത് സാറിൻ്റെ മുത്തശ്ശനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഫോണിൽ എന്തെങ്കിലും സാറിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളോ ഡീറ്റെയിൽസോ മെസ്സേജോ ഒക്കെ കാണും. അത് സാറിൻ്റെ മുത്തശ്ശൻ കാണും കേട്ടോ. അതിനു മുമ്പ് ആ ഫോൺ നമുക്ക് അടിച്ചു മാറ്റണം എന്ന് പറയാണ്. അപ്പോൾ അബിക്ക് ആകപ്പാടെ വെപ്രാളമായിട്ട് അബി പറയാണ്, ശരി, നിങ്ങളത് ചെയ്യ്, പെട്ടെന്ന് തന്നെ വേണം. ആ ഫോൺ മുത്തശ്ശൻ്റെ കയ്യിൽ ചെല്ലാൻ പാടില്ല. അതുപോലെ അവളുടെ ഒരു രേഖകളും വിവരങ്ങളും ഫയലുകളും ഒന്നും മുത്തശ്ശൻ്റെ കയ്യിൽ ചെല്ലരുത്. അതിലൊക്കെ എന്തെങ്കിലും ഡീറ്റെയിൽസ് കാണും. ആ ഫോൺ അന്നേ എടുത്ത് മാറ്റേണ്ടതായിരുന്നു. എൻ്റെ ബുദ്ധിയിൽ അത് ഉദിച്ചില്ലല്ലോ. അതവിടെ ഇല്ലായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് എന്നൊക്കെ അബി പറയുക. അങ്ങനെ അവരെ ഏൽപ്പിക്കുകയാണ് കേട്ടോ ഫോൺ എടുത്ത് മാറ്റാൻ. അതേ സമയത്ത് തന്നെ നമ്മുടെ മൂർത്തി മുത്തശ്ശൻ വരികയാണ് ആ വീട്ടിലേക്ക്. അപ്പോൾ തന്നെ ജോലിക്കാരി ഇറങ്ങി ചെല്ലുന്നുണ്ട്. ചെന്നിട്ട് പറയാനാ, വരൂ സാറിനൊക്കെ പറഞ്ഞ് അകത്ത് കയറ്റുക. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, ഇപ്പം അനഘയ്ക്ക് എങ്ങനെയുണ്ട്, എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, മാറ്റമൊന്നും കാര്യമായിട്ടില്ല സാറേ. ഇടയ്ക്ക് കിടന്ന് കരയുന്നത് കാണാം. പിന്നെ ഭക്ഷണം കഴിക്കാൻ ചില സമയമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ നിർബന്ധിച്ചാണ് കൊടുക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ ഒരു മാറ്റം ആ കുട്ടിക്കില്ല. ഒരു കണക്കിന് കഷ്ടമുണ്ട് സാറേ എന്ന് പറയുക. അപ്പം മുത്തശ്ശൻ അനഘയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, അനഘ ഒരു വിധത്തിലും വിഷമിക്കേണ്ട. ചന്തുമോൾക്ക് ഒരു കുഴപ്പമില്ല. അനഘയുടെ തുടർ ചികിത്സകളൊക്കെ ഞങ്ങൾ നടത്തിക്കോളാം. അതുപോലെ ചന്തുമോളുടെ എല്ലാ കാര്യങ്ങളും വീട്ടിൽ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ആദർശം നയനയും സ്വന്തം മോളെ പോലെ അവളെ നോക്കുന്നത്. അവളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചോ വിവാഹത്തെക്കുറിച്ചോ ഒന്നും അനഘ വിഷമിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ജോലിക്കാരി ആ ബാഗ് എടുത്തുകൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, സാറേ, ഈ ബാഗിൽ പ്രധാനപ്പെട്ട കുറച്ച് രേഖകളും അതുപോലെ തന്നെ ആ ഫോണും വെച്ചിട്ടുണ്ട് എന്ന് പറയാണ്. ശരി, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ഈ ഫോൺ വാങ്ങാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയാണ്. അങ്ങനെ മുത്തശ്ശൻ ഇറങ്ങി ആ ബാഗുമായിട്ട്. ആ സമയത്താണ് ഇവർ ഫോൺ തട്ടിയെടുക്കാൻ വരുന്നത്. അവർക്കതിനുള്ള അവസരം കിട്ടിയേയില്ല. അത് വിളിച്ച അബിയോട് പറയാണ്, സാറിൻ്റെ മുത്തശ്ശൻ വന്ന് ഫോൺ അടങ്ങുന്ന ബാഗ് വാങ്ങി വണ്ടിയിൽ കയറി. ഇനിയിപ്പം അതെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പോരാത്തതിന് ഞങ്ങളത് തട്ടിയെടുക്കാൻ ചെന്നാൽ ഞങ്ങളെ അയാൾക്ക് അറിയുകയും ചെയ്യാം. അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് അനഘയുടെ ബന്ധുക്കളാണെന്ന് പറഞ്ഞ് കണ്ടതല്ലേ. അപ്പോൾ അബി പറയാണ്, എല്ലാം തൊലച്ചു. ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും ഏർപ്പാട് ചെയ്യാം. മുത്തശ്ശൻ പോരുന്ന വഴിയിൽ കാറ് തടഞ്ഞ് ആ ബാഗ് തട്ടിയെടുക്കണം. വീട്ടിൽ കൊണ്ടുവരരുത്. വീട്ടിൽ കൊണ്ടുവന്നാൽ മുത്തശ്ശൻ ആ ഫോൺ പരിശോധിക്കും. പിന്നെ എല്ലാ വിവരങ്ങളും പൊളിയും. ഇനി എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് അബി വേറെ 2 ഗുണ്ടകളെ വിളിച്ചിട്ട് പറയാണ് കേട്ടോ, ദേ ഈ ഫോൺ ആയിട്ട് മുത്തശ്ശൻ വരുന്നുണ്ട്. അതുകൊണ്ട് മുത്തശ്ശൻ്റെ കാർ എങ്ങനെയെങ്കിലും തടഞ്ഞിട്ട് ആ ബാഗ് കൈക്കലാക്കണം. ആ ഫോണുമായിട്ട് മുത്തശ്ശൻ വീട്ടിലെത്തരുതെന്ന് പറയുകയാണ്. അപ്പോൾ അവരതൊക്കെ പറഞ്ഞ് ഓക്കെ ആവുന്നുണ്ട് കേട്ടോ. അതേസമയം നമ്മുടെ മുത്തശ്ശൻ കാറിൽ കയറുകയാണ്. കാറിൽ കയറി ഇരുന്ന് കഴിയുമ്പോൾ തന്നെ മുത്തശ്ശൻ ഈ ഫോൺ എടുക്കുകയാണ് കേട്ടോ. ആ ഡ്രൈവറാണ് കാർ ഓടിക്കുന്നത്. മുത്തശ്ശൻ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ നോക്കുകയാണ്. നോക്കുമ്പോഴേക്കും അനഘയുടെ ഫോട്ടോയും കുഞ്ഞിൻ്റെ ഫോട്ടോയും ഒക്കെ കാണുകയാണ്. അത് ലോക്കൊന്നുമില്ല. അതേസമയമാണ് മാറ്റി വരുമ്പം അബിയുടെ ഒരു ഫോട്ടോ അതിൽ കാണുന്നത്. അപ്പോൾ മുത്തശ്ശന് ആകെപ്പാടെ ഒരു ടെൻഷനാകാണ്. ഇതെന്താ അബിയുടെ ഫോട്ടോ? ഇവനുമായിട്ടാണോ അനഘയ്ക്ക് ബന്ധമുള്ളത്? ഞാൻ വിചാരിച്ച പോലെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് തോന്നുന്നല്ലോ. ഇനി നോക്കട്ടെ, ആദർശിൻ്റെ നമ്പർ ഉണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് മുത്തശ്ശൻ ആദർശിൻ്റെ നമ്പർ സെർച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഫോണിൽ ആദർശിൻ്റെ നമ്പറേ ഇല്ല. എന്നാൽ അബിയുടെ നമ്പർ ഉണ്ട് താനും. അതുപോലെ തന്നെ വാട്സപ്പൊക്കെ എടുത്ത് മുത്തശ്ശൻ നോക്കുമ്പം അതിൽ ആദർശിൻ്റെ നമ്പറേ ഇല്ല. ആദർശമായിട്ടുള്ള ചാറ്റും വിവരങ്ങളും ഒന്നുമില്ല. എന്നാൽ അനഘ കുറച്ചു മുമ്പ് വരെ അബിയെ വിളിച്ചതിൻ്റെ കാര്യങ്ങളൊക്കെ ഫോണിലുണ്ട്. അത് കാണുമ്പോഴേക്കും മുത്തശ്ശന് മനസ്സിലാകാണ് അബിയാണ് ആ കള്ളൻ എന്നുള്ള കാര്യം. അങ്ങനെ മുത്തശ്ശൻ വാട്സപ്പ് ഓപ്പണാക്കി നോക്കുകയാണ്. നോക്കുമ്പോഴേക്കും അതിൽ അബിയുമായിട്ടുള്ള അനഘയുടെ ചാറ്റുകൾ കാണുക. അപ്പോൾ മുത്തശ്ശൻ ആ വോയിസ് റെക്കോർഡൊക്കെ കേൾക്കുകയാണ്. അപ്പോൾ അനഘ പറയുന്നുണ്ട്, അബി, എനിക്കിനിയും കാത്തിരിക്കാൻ വയ്യ. എൻ്റെ അസുഖം വല്ലാത്തൊരവസ്ഥയിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ആയുസ് അധികം നാളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മോളെ നീ ഏറ്റെടുക്കണം. നീ ഏറ്റെടുക്കാതിരുന്നാൽ പറ്റില്ല. ഇനിയും എനിക്കത് കാത്തിരിക്കാൻ വയ്യ. അപ്പോൾ അബി പറയുന്നുണ്ട്, അത് അനഘേ, നീ വിഷമിക്കേണ്ട. കുഞ്ഞിനെ ഞാൻ ഏറ്റെടുത്തോളാം. പക്ഷേ കുറച്ച് സമയം കൂടി എനിക്ക് തരണം. എൻ്റെ വിവാഹമാണ്. അപ്പോഴേക്കും അനഘ പറയുന്നുണ്ട്, ഇല്ല, ഇനി എനിക്ക് സമയം തരാൻ പറ്റില്ല. ഏറിയ ഒരാഴ്ച കൂടി ഞാൻ നിനക്ക് തരാം. അതിനുശേഷം നീ കുഞ്ഞിനെ ഏറ്റെടുത്തില്ല എങ്കിൽ ഞാൻ കുഞ്ഞുമായിട്ട് അനന്തപുരിയിലേക്ക് വരും എന്ന് പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ മുത്തശ്ശൻ കേൾക്കുമ്പം മുത്തശ്ശന് കാര്യങ്ങളെല്ലാം പിടികിട്ടുകയാണ് കേട്ടോ, അബിയാണെന്ന്.
അതേസമയം ആ ഗുണ്ടകൾ വന്നിട്ട് കാറ് തടഞ്ഞ് മുത്തശ്ശൻ്റെ കയ്യിൽ നിന്ന് ഈ ബാഗും ഫോണും ഒക്കെ തട്ടിയെടുത്തിട്ട് പോകുന്നുണ്ട്. മുത്തശ്ശനെയാണെ വഴിയിൽ തള്ളിയിട്ടിട്ടാണ് പോകുന്നത്. വയ്യാത്ത മുത്തശ്ശനെ ഡ്രൈവർ പിടിച്ചെണീപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഡ്രൈവർ ആദർശിനെ വിളിച്ച് വരുത്തുന്നുണ്ട്. മുത്തശ്ശനെ കുറേ പേര് കൂടി വന്ന് ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ട് ആദർശ് അവിടെ പാഞ്ഞെത്തുകയാണ്. ആദർശ് ചോദിക്കുന്നുണ്ട് മുത്തശ്ശനോട്, മുത്തശ്ശ എന്തു പറ്റിയതാ? ആരാ മുത്തശ്ശനെ ഇങ്ങനെ ഉപദ്രവിച്ചത്? എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയാണ്, ആദർശേ അതൊന്നും കുഴപ്പമില്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല, നിന്റെ വണ്ടിയിൽ ഞാൻ വരാം, നമുക്ക് വീട്ടിൽ പോയി കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്, പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട് എന്ന് പറയാണ്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, എന്താ മുത്തശ്ശ, എന്താ പ്രധാനപ്പെട്ട കാര്യം? അത് വാ, അബിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും ചന്തുമോളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളുമാണ് എന്ന് പറഞ്ഞ് ആദർശുമായിട്ട് മുത്തശ്ശൻ പോവാണ് കേട്ടോ. അങ്ങനെ മുത്തശ്ശൻ ഫോണിൽ നിന്ന് സത്യാവസ്ഥ എല്ലാം മനസ്സിലാക്കി ആദർശുമായിട്ട് അത് ചർച്ച ചെയ്യാണ്. അത് കഴിയുമ്പോൾ നമുക്കറിയാം എന്തായിരിക്കും ആദർശിൻ്റെ തീരുമാനം എന്നുള്ള കാര്യമൊക്കെ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്